ചെസ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആയതിനു ശേഷം ഗുകേഷ് എന്ന 18-കാരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കണം. ലോക ചാമ്പ്യൻ ആയതുകൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാവുന്നില്ല. മാഗ്നസ് കാൾസൺ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ഗുകേഷ് കൂട്ടിച്ചേർത്തു. കാൾസന്റെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്താൻ താൻ ഇനിയും പരിശ്രമിക്കുമെന്ന്, അതാണ് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്നും ഗുകേഷ് പറഞ്ഞു. ഒരു 18-കാരനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് പഠിക്കാനുണ്ട്. ഈ ഒരു പൊസിഷൻ നോക്കുക. ഈ പൊസിഷനിൽ വൈറ്റ് കളിക്കുന്നത് ഗുകേഷും ബ്ലാക്ക് കളിക്കുന്നത് സാക്ഷാൽ മാഗ്നസ് കാൾസനുമാണ്. അപ്പോൾ ഇവിടെ ഗുകേഷ് കാൾസന്റെ പൊസിഷനെതിരെ നല്ലോണം പ്രഷർ ഇടുകയാണ്. പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുകേഷ് കാൾസന്റെ കുതിരയെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാഗ്നസ് എന്ത് ചെയ്യുന്നു? ആ ഒരു നൈറ്റിനെ ഡിഫെൻഡ് ചെയ്ത് റൂക്കിനെ ഈ ഏരിയയിലോട്ട് കളിക്കുന്നു. സഡൻലി ഇവിടെ ഗുകേഷിന് ഒരു വിന്നിംഗ് പൊസിഷനിലോട്ട് പോവാണ്. ഗുകേഷ് അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നു. ക്യൂവിനെ B6 കളിക്കുന്നു. ഇത് വളരെ ഡീപ്പായുള്ള മൂവാണ്. ഗുകേഷ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷനിൽ കാൾസൺ എന്താണ് ചെയ്യുന്നത്? കാൾസൺ ഇവിടെ കളിക്കുന്നത് നൈറ്റ് G5 പോകുന്നത്. ഇതൊരു ഇൻസ്റ്റന്റ് ബ്ലണ്ടറാണ്. ഇവിടെ ഗുകേഷിന് ഇമ്മീഡിയറ്റ്ലി ഒരു വിന്നിംഗ് മൂവ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരമാണ്. ഇവിടെ നിങ്ങളാണ് വൈറ്റ് കളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗുകേഷിന്റെ ഭാഗത്ത് നിങ്ങളാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് മൂവ് കളിക്കും? ഈ ഒരു നൈറ്റിനെ ഇവിടെ നിന്നെടുത്ത് മാറ്റി എന്ത് മൂവാണ് കളിച്ച് ഇവിടെ വൈറ്റ് അറ്റാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഓക്കെ, ഗുകേഷ് കളിക്കുന്നത് റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ ഇൻ കേസ് റൂക്കിനെ അങ്ങ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഗുകേഷിന് ഇങ്ങനെ ഒരു ചെക്ക് നൽകാം. ചെക്കുമാണ്, റൂക്കിലേക്കും അറ്റാക്കാണ്. ഓൺലി മൂവ് റൂക്ക് വെച്ച് മറച്ചു കഴിഞ്ഞാൽ ഇത് നേരിട്ട് ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ ആലോചിക്കുമ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് പോകാതിരിക്കാൻ കാൾസിന് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നമുക്ക് തിരികെ പോവാം. ഈ നൈറ്റ് ഇവിടെ കളിച്ചുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഐഡിയ വന്നിട്ട് ബാക്ക് റാങ്ക് വീക്ക്നെസ്സിനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാൾസിന് വേറെ എന്തെങ്കിലും കളിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഒരു ഐഡിയയിൽ മറ്റേ റൂക്ക് തിരികെ വന്ന് ബാക്ക് റാങ്ക് വീക്ക്നെസ്സിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഗുകേഷ് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നൈറ്റ് D3, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. നൈറ്റ് D3 കളിക്കുന്നതോടെ ഈ ബ്ലാക്കിന്റെ ക്യൂവിന് പോകാൻ ഒരു നല്ല സ്ക്വയറും ഇല്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ റൂക്കും ഉണ്ട്, നൈറ്റും ഉണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്യൂവിനുണ്ട്. ഇവിടേക്കാണെങ്കിലോ ഈ ക്യൂവിനും നൈറ്റും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്യൂവിന് ഇവിടെ ബ്ലാക്കിന്റെ ക്യൂൻ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആണ്. ഇങ്ങനെ വെട്ടാനും പറ്റില്ല, നൈറ്റും ക്യൂനും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ക്യൂൻ കംപ്ലീറ്റ്ലി ലോക്കായിട്ട് സെൻറ്ററിൽ ട്രാപ്പായി പോകും. അപ്പം ഇത്രയും മുന്നോട്ടുള്ള ഒരു മൂവാണ് ആ ഒരു ക്യൂൻ B6 എന്നുള്ള മൂവോടെ ഇവിടെ കണ്ടത്. അപ്പോൾ ഈ ഒരു മൂവിന് ശേഷം ഇതിനെ ഇങ്ങനത്തെ മൂവിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതേപോലത്തെ ട്രാപ്പ് ഇവിടെ ഗുകേഷ് കണ്ടിരുന്നു. പക്ഷെ എന്തെന്നാലും റൂക്ക് തിരികെ കളിച്ചില്ല കാൾസൺ അതിന് പകരം നൈറ്റിന് തിരികെയാണ് കളിച്ചത്. ഗുകേഷ് എന്തായാലും ഈ ഒരു ടാക്ടിക്സിലോട്ട് പോയി. പക്ഷേ ഇവിടെ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ നേരെ മെയ്റ്റ് ആവും നമ്മൾ കണ്ടതാണ്. പകരം റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. റൂക്കിനെ ഇവിടെ ഇയിൽ നിന്ന് A8 കൊണ്ടുവരികയാണ് കാൾസൺ. കളി കുറച്ചും കൂടെ മുന്നോട്ട് പോകാനാണ് നോക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ജസ്റ്റ് ക്യൂനെ C7 കളിച്ചിട്ട് ആ G7 പോണിലേക്കും അറ്റാക്ക്, അതേസമയം ക്യൂനിലേക്കും ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു പ്ലസ് പൊസിഷൻ, വളരെ നല്ലൊരു പ്ലസ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഇവിടെ ഗുകേഷിന് ഉണ്ട്. അപ്പോൾ ക്യൂനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയാലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ കാൾസൺ ഒരു ചെക്ക് കൊടുക്കാൻ നോക്കണു. കിങ്ങുമായിട്ട് ചെക്ക് വന്നു. ഗുകേഷ് ജസ്റ്റ് കിങ്ങിനെ എടുത്ത് മാറി. അപ്പോൾ ഇനി ഗുകേഷിന് ഇവിടെ കറക്റ്റായിട്ടുള്ള വിന്നിങ് ഐഡിയാസ് ഉണ്ട്. നേരിട്ട് തന്നെ ഇങ്ങനെ ചെക്ക് കൊടുക്കുക. ക്യൂനും റൂക്കും ഈ ഒരു 7th റാങ്കിൽ നല്ല പവർഫുൾ ജോലി ചെയ്യാണ്. അപ്പോൾ കാൾസൺ ഇനി എങ്ങനെയെങ്കിലും ഇവിടെ ചെക്ക് മേറ്റോ ഡ്രോ എന്തെങ്കിലും കിട്ടുമെന്ന് ശ്രമിക്കാൻ പറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ത്രെട്ടുകൾ ഉള്ളത് കൊണ്ട് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. കാൾസൺ കളിയൊന്ന് മുന്നോട്ട് പോയി നോക്കി കിങ് H8 എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. പക്ഷെ ഗുകേഷ് വിട്ടു കൊടുക്കുന്നില്ല. ഗുകേഷ് കളിക്കുന്നത് ക്യൂൻ D7, വളരെ സിമ്പിളായിട്ടുള്ള ചെസ്സാണ്. അടുത്ത മൂവിൽ റൂക്കിനെ മുകളിലേക്ക് വെച്ച് ചെക്കിങ് കൊടുക്കുക. റൂക്ക് വെച്ച് വെട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും റാൻഡം ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് ചെക്ക് മേറ്റിലോട്ട് പോകും. റൂക്ക് വെച്ച് എടുത്തു കഴിയുമ്പോൾ ക്യൂൻ വെച്ച് തിരികെ എടുത്ത് നേരെ ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ അതൊന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്ക് G8 പോകുന്നു ഇവിടെ കാൾസൺ. ഗുകേഷ് വീണ്ടും പ്രസ് ചെയ്യുകയാണ്. ഫോഴ്സിങ് ആയിട്ട് ഇവിടെ കാൾസനെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഇവിടെ ഗുകേഷ്. ഇവിടെ റൂക്ക് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റിലോട്ട് പോകും.
അതുകൊണ്ട് മറ്റ് രണ്ട് റൂക്കും കൂടെ കളിയിലേക്ക് വന്നു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് സപ്പോർട്ടായിട്ട് റൂക്കുകൾ തന്നെയുണ്ട്. എന്തായാലും വെട്ടിയെടുത്തു, റൂക്ക് വെച്ച് തിരികെ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഗുക്കേഷിന് കംപ്ലീറ്റ്ലി വിന്നിങ് പൊസിഷനാണ്. പക്ഷെ കാൾസൺ കുറച്ചും കൂടെ കളിച്ചുകൊണ്ടിരുന്നു എന്നേ ഉള്ളൂ. നൈറ്റ് D6. ഈ ഒരു മൂവോടെ ഇവിടെ കാൾസൺ ഫൈനലിൽ തോൽവി സമ്മതിക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ പോണിൻ്റെ പ്രൊമോഷൻ തടുക്കാൻ ഒരു രക്ഷയില്ല. നൈറ്റും അവിടെ കൺട്രോൾ ചെയ്യുന്നു. ക്യൂവിന് നല്ല പവർഫുൾ പൊസിഷനാണ്. ഇതൊന്നുമല്ല, ഈ ഒരു നൈറ്റിനെ എങ്ങാനും ഓടിച്ചു വിടാൻ പറ്റിക്കഴിഞ്ഞാൽ നൈറ്റ് F7ലേക്ക് വന്ന് ഇവിടെ ഈ കിങ്ങിന് അനങ്ങാൻ പറ്റാതെ ചെക്ക്മേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്രെഡ്സ് ഉള്ളത് കൊണ്ട് ഈ ഒരു പൊസിഷനിൽ നൈറ്റിന് D6ലേക്ക് കളിച്ചതിന് ശേഷം കാൾസൺ തോൽവി സമ്മതിക്കുകയാണ്. ഗുക്കേഷിൻ്റെ ഒരു ഡീപ്പ് തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് ഗുക്കേഷ് ആക്യുറേറ്റ് മൂവ്സ് കളിക്കുന്നതെന്നും തൻ്റെ മൂവ്സിന് ഒരു ത്രെട്ടല്ല പല ത്രെട്ടുകൾ വെച്ചിട്ടാണ് ഇവിടെ ഗുക്കേഷ് എന്ന് പറഞ്ഞ യുവ ലോക ചാമ്പ്യൻ, അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം വളരെ അഭിമാനകരമായി നമുക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി തന്ന നമ്മുടെ ഗുക്കേഷ് ഒരു നിസ്സാരക്കാരനല്ല എന്ന് കാണിച്ചു തരാനും കൂടെയാണ് ഇങ്ങനെ ഒരു പൊസിഷൻ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ. അപ്പോൾ ഗുക്കേഷിന് ഒരു 18-കാരനായ വേൾഡ് ചാമ്പ്യൻ ആയെങ്കിലും ഒട്ടും കാൾസനോടുള്ള റെസ്പെക്റ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് കാൾസനെ അഡ്മയർ ചെയ്തുകൊണ്ട് കാൾസന്റെ ലെവലിലേക്ക് ഞാൻ എത്താൻ ശ്രമിക്കുകയാണ്. അതാണ് എൻ്റെ മോട്ടിവേഷൻ ഫാക്ടർ എന്നും കൂടെ വെച്ചാണ് ഗുക്കേഷ് എന്ന് പറഞ്ഞ 18-കാരൻ പറയുന്നത്. ഗുക്കേഷിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.